സല്ലാപം എന്ന സിനിമയിലൂടെയാണ് മഞ്ജു വാര്യർ ദിലീപിന്റെ ജീവിതത്തിൽ എത്തുന്നത്. സിനിമയിൽ തുടങ്ങിയ ഇരുവരുടെയും സൗഹൃദം പ്രണയത്തിലെത്തുകയായിരുന്നു. എന്നാൽ ഇരുവരും പിന്നീട് വേർപിരിഞ്ഞു. ഇപ്പോഴിതാ മഞ്ജുവിനെ താൻ ആദ്യമായി കണ്ടതിനെക്കുറിച്ച് ദിലീപ് പറയുന്ന വീഡിയോയാണ് വൈറലാകുന്നത്. തൻ്റെ കൂടെ അഭിനയിച്ച നായികമാരെ ആദ്യമായി കണ്ടതിനെക്കുറിച്ച് റെഡ് എഫ്എമ്മിന് നൽകിയ അഭിമുഖത്തിലാണ് ദിലീപിന്റെ പ്രതികരണം. നവ്യ നായരെ കുറിച്ചായിരുന്നു ആദ്യ ചോദ്യം. സിബി സാർ കൊണ്ടുവന്നൊരു ഓഡിയോ ക്ലിപ്പാണ് ഞാൻ ആദ്യം കേട്ടത്. സിദ്ധു പനക്കലാണ് എന്നോട് നവ്യയെക്കുറിച്ച് പറയുന്നത്. സിബിൻ സാർ ഒന്നും പറയുന്നില്ല, പക്ഷെ നല്ല ടാലൻ്റ് ഉള്ള കുട്ടിയാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ നവ്യയുടെ പെർഫോമൻസിൻ്റെ വീഡിയോ കണ്ടു. മഞ്ജുവിനെയും വിളിച്ച് നവ്യയുടെ വീഡിയോ കാണിച്ചു. സിബി സാറിനെ വിളിച്ച് ആ കുട്ടി ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ സിനിമയിൽ എടുത്തില്ലേലും അവൾ ഹീറോയിൻ ആകും എന്നും പറഞ്ഞു. അങ്ങനെയാണ് സിബി സാർ നോക്കാമെന്ന് പറയുന്നത്. അങ്ങനെയാണ് നവ്യ വരുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. നിഖില വിമൽ ബാലയുടെ കണ്ടുപിടുത്തമാണ്. രസമായിട്ടാണ് തിരുവനന്തപുരം സ്ലാങ് ഒക്കെ അവൾ പറഞ്ഞത്. പിന്നീടാണ് അവൾ കലാപരമായ കുടുംബത്തിൽ നിന്നും വരുന്നതാണെന്ന് മനസ്സിലായത്. കാവ്യയുമായി കണ്ടതൊക്കെ അത്ഭുതകരമായ കാര്യമാണ്. കാവ്യയെ പൂക്കാലം വരവായി എന്ന സിനിമയുടെ സമയത്താണ് ആദ്യമായി കാണുന്നത്. നായികയായി ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിൽ എൻ്റെ ഒപ്പം അഭിനയിച്ചു. ലാലുവാണ് അവളെ തീരുമാനിക്കുന്നത്. അതിനു മുൻപ് കാണുമ്പോഴൊക്കെ നീ നായികയായി വരുമ്പോൾ നമുക്കൊപ്പം മതി എന്നൊക്കെ പറയുമായിരുന്നു. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒന്നും അറിയില്ലായിരുന്നല്ലോ. മീരാനന്ദനെ ആദ്യമായി കാണുന്നത് എളമക്കരയിൽ ക്ഷേത്രത്തിൽ ഒരു പരിപാടിയിൽ വെച്ചാണ്. അവിടെ പാടാൻ വന്നതായിരുന്നു. ലാലുവാണ് കണക്ട് ചെയ്യുന്നത്. മഞ്ജു വാര്യരെ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ആദ്യമായി കാണുന്നത്. ലോഹിത് സാറാണ് മഞ്ജുവിനെ കൊണ്ടുവരുന്നത്. മഞ്ജുവിനെ ഒറ്റയ്ക്ക് കണ്ടാൽ നല്ല പൊക്കമൊക്കെ തോന്നുമല്ലോ. അതുകൊണ്ട് അറിയാത്ത മട്ടിൽ ലോഹിത് സാർ മഞ്ജുവിനെ എൻ്റെ അടുത്ത് നിർത്തിച്ചു. സാറ് എനിക്ക് പൊക്കമുണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അന്ന് തൊട്ടാണ് ഞങ്ങൾ സുഹൃത്തുക്കളായത് എന്നാണ് ദിലീപ് പറയുന്നത്. അതേസമയം വീഡിയോക്ക് താഴെ ദിലീപിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. മഞ്ജു വാര്യരുടെ പേര് പറയാൻ പോലും ദിലീപിന് യോഗ്യതയില്ലെന്നാണ് കമന്റുകളിൽ ഏറെയും. ആ പേര് ഇപ്പോൾ ഒരു പേടി സ്വപ്നമല്ലേ എന്നാണ് ചില കമന്റുകൾ. സ്വന്തം ജീവിതത്തോട് പോലും സത്യസന്ധത പുലർത്താത്ത താൻ വെറുമൊരു നാടക നടൻ മാത്രമാണെന്നാണ് മറ്റൊരു കമന്റ്. നടി ആക്രമിക്കപ്പെട്ട കേസ് അടക്കം ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനങ്ങളും ഉണ്ട്. 3 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.